കോയിൻഫോർജ് ഡീസെൻട്രലൈസ്ഡ് പ്രൊജക്റ്റിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ സൂചിപ്പിക്കുന്നത്. സോ കോയിൻഫോർജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ അല്ലെങ്കിൽ അതർ ഗാഡ്ജറ്റിൽ ഒരു ഡിജിറ്റൽ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കോയിൻഫോർജ് പ്രധാനമായും ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഡിജിറ്റൽ വാലറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. മോസ്റ്റ്ലി പ്രിഫേർഡബിൾ ആയിട്ടുള്ളതും വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ഡിജിറ്റൽ വാലറ്റ് ആപ്ലിക്കേഷനാണ് ടോക്കൺ പോക്കറ്റ്. അത് യൂസ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അതുകൂടാതെ മെറ്റാമാസ്ക്, യൂണിസ്വാപ്പ്, ട്രസ്റ്റ് വാലറ്റ് പോലെയുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. സോ എങ്ങനെയാണ് ടോക്കൺ പോക്കറ്റ് ഉപയോഗിച്ച് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ മൊബൈൽ ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടും, ഇനി അതല്ല iOS ആണെങ്കിൽ iOS ആപ്ലിക്കേഷൻ ആപ്പിൾ സ്റ്റോർ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ടോക്കൺ പോക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് പ്ലേ സ്റ്റോർ ഉപയോഗിച്ചുകൊണ്ട് ആണ് ടോക്കൺ പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആപ്പിൾ സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ടോക്കൺ പോക്കറ്റ് സെർച്ച് ചെയ്യുകയും അവിടെ ഇൻസ്റ്റാളേഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ രണ്ട് ഓപ്ഷനാണ് കാണുവാൻ സാധിക്കുക. സോ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആവുന്നത് പ്രോസസ്സ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന രണ്ട് ഓപ്ഷൻസുകളിൽ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് സെലക്ട് ചെയ്യുകയും അത് പ്രകാരം മുന്നോട്ട് പോവുകയും ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ശേഷം ഇൻസ്റ്റാളേഷൻ ഓപ്ഷൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് ടോക്കൺ പോക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത്. ടോക്കൺ പോക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന രണ്ട് ഓപ്ഷനുകളിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഐ ഹാവ് എൻ അക്കൗണ്ട്, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നോ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ്. നിങ്ങൾ പ്രസൻ്റ്ലി ഒരു ഡിജിറ്റൽ വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു കീ ഫ്രേസ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷനായ ഇമ്പോർട്ട് വാലറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കീ ഫ്രേസുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ വാലറ്റ് ഇമ്പോർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ ഒരു വാലറ്റും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് നൗ ഓപ്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് 12 വേർഡ്സ് ഉള്ള ഒരു കീ ഫ്രേസ് ആണ്. ഈ ഒരു വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഫോർഗോട്ടൺ പാസ്വേഡ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ OTP വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്ന കീ ഫ്രേസുകളെ റിക്കവറി ചെയ്യുവാനോ അല്ലെങ്കിൽ പാസ്വേഡ് റിക്കവറി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസോ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വാലറ്റിൻ്റെ കീ ഫ്രേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സേഫ് ആൻഡ് സെക്യൂറായി സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതുക. സോ അതുകൂടാതെ നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങളുടെ കീ ഫ്രേസ് വേർഡ്സ് ഒരു കാരണവശാലും ഷെയറായി പോവുകയോ നഷ്ടപ്പെട്ടു പോകുവാനോ പാടുള്ളതല്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസറ്റുകൾ നഷ്ടപ്പെടുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോയിൻഫോർജ് സ്മാർട്ട് കോൺട്രാക്റ്റ് പോളിഗൺ ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട വാലറ്റ് എന്ന് പറയുന്നത് പോളിഗൺ റൺ ചെയ്യുന്ന ഡീസെൻട്രലൈസ്ഡ് വാലറ്റാണ്. സോ ഇവിടെ പോളിഗൺ എന്ന് പറയുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. പോളിഗണിൽ ടച്ച് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ന്യൂ വാലറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ വാലറ്റിന് ഒരു നെയിം നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, സജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ കോയിൻഫോർജ് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആ വാലറ്റിന് ഒരു നെയിം കൊടുക്കുന്നത്. കൂടാതെ പ്രധാനമായും ഈ ഒരു വാലറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു 8 അക്ക നമ്പർ അല്ലെങ്കിൽ 8 അക്ക ഡിജിറ്റൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ വാലറ്റിനെ എന്ത് ചെയ്യാം, ഒന്ന് സേഫ് ചെയ്യാം. ഓക്കെ, മിനിമം 8 ക്യാരക്ടറാണ് അവിടെ ആവശ്യമുള്ളത്. അത് നമ്പേഴ്സായിട്ടും അല്ലാതെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അതിൻ്റെ ഒരു ഹിൻഡ് അവിടെ കൊടുക്കുക. അത് നിങ്ങൾക്ക് ഒരു ഓർമ്മയിലെത്താൻ വേണ്ടിയിട്ടാണ്. ദെൻ റീഡ് ആൻഡ് അഗ്രിമെൻറ്റ് ലൈസൻസ് അഗ്രിമെൻറ്റ് എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് ഇടുക. ക്രിയേറ്റ് ചെയ്യുക, വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോക്കൺ പോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഇവിടെ കാണുന്ന ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതറിയുന്നവർ അണ്ടർസ്റ്റുഡിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന 12 കീവേഡ്സുകൾ കാണാൻ വേണ്ടി ആ പ്രധാനപ്പെട്ട ഒരു വാലറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ 12 കീവേഡ്സാണ്. ആ 12 കീവേഡ്സ് കാണുവാൻ വേണ്ടി ജനറേറ്റ് മെമ്മറിക്കിൽ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ശേഷം അതവിടെ ഹൈഡായിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾ ആ ഡിസ്പ്ലേയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 12 വേർഡ്സ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ഇവിടെ ഒരു ബേസിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിവിടെ ഷോ ചെയ്ത് കാണിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ കാണുന്ന ഈ 12 വേർഡ്സുകൾ, കീ ഫ്രേസുകൾ നിങ്ങൾ കോപ്പി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മാനുവലി എഴുതി വെച്ചുകൊണ്ടോ നിങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്.
ഇത് കംപ്ലീറ്റ് ആയി ശേഷം കോപ്പി ചെയ്തതിന് ശേഷം ഈ വാലറ്റിൽ തന്നെ ഇതിന് എന്ത് ചെയ്യണം, ഈ വേർഡ്സിനെ മിസ്മാച്ച് ആയിരിക്കുന്ന ഈ വേർഡ്സിനെ വെരിഫൈ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കംപ്ലീറ്റ് ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ 12 വേർഡ്സുകൾ മിസ്മാച്ച് ആയിട്ടുള്ള വേർഡ്സുകളെ മാച്ച് ചെയ്തുകൊണ്ട് ഈ ചെക്ക് ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്ത് മുന്നോട്ട് പോകുക. ഇവിടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന 12 കീവേഡ്സ് ഞാൻ മിസ്മാച്ച് ആയിരിക്കുന്ന ആ കീവേഡ്സ് ചെക്ക് ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് പ്രകാരം നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ശേഷം കൺഫേമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ക്രിയേറ്റ് ആവുന്നതുണ്ടാവും. പ്രധാനമായും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് USDTയും അതേപോലെ പോളിഗൺ മാറ്റിക്കുമാണ്. ഈ ഒരു പ്രൊജക്റ്റ് റൺ ചെയ്യുന്നത് പോളിഗൺ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലായതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവിടെ 2 എലമെൻ്റാണ് ആവശ്യമുള്ളത്. അത് ഒന്നാമത്തെ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഗ്യാസ് ഫീ ആയിട്ട് യൂസ് ചെയ്യുന്നത് പോൾ മാറ്റിക് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയും, രണ്ടാമത് പറയുകയാണെങ്കിൽ ഇവിടെ ട്രാൻസാക്ഷൻ യൂസ് ചെയ്യുന്നത് പോളിഗൺ USDT ക്രിപ്റ്റോ കറൻസിയുമാണ്. സോ അത് രണ്ടും മാത്രമാണ് നമ്മൾ ഇവിടെ എനേബിൾ ചെയ്യേണ്ടത്. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, ഡിസേബിൾ ചെയ്യുക. ഡിസേബിൾ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ കാണിച്ചിരിക്കുന്ന ഇപ്പോൾ USDC ആണെങ്കിൽ USDC സ്വാപ്പ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് സ്വാപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ആ പ്രസൻറ്റിലുള്ള വാലറ്റിലുള്ള സ്ക്രീനിൽ നിന്ന് മാത്രമാണ് അത് ഡിലീറ്റ് ആവുന്നത്. ഇനി നിങ്ങൾക്ക് പുതിയൊരു ടോക്കൺ ആഡ് ചെയ്യണം അല്ലെങ്കിൽ പുതിയൊരു ക്രിപ്റ്റോ കറൻസി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഡായി ആണ് വേണ്ടതെങ്കിൽ ഡായി എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ശേഷം നിങ്ങൾ പിറകിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡായി അവിടെ നിങ്ങളുടെ മെയിൻ സ്ക്രീനിലേക്ക് ഡാഷ്ബോർഡിലേക്ക് ആഡ് ഓൺ ആയിട്ടുള്ളതായി കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് കോയിൻഫോർജ് സ്മാർട്ട് കോൺട്രാക്ട് ട്രാൻസാക്ഷന് വേണ്ടി പ്രധാനമായും 2 ക്രിപ്റ്റോ കറൻസികളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പോളിഗൺ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ പോളിഗൺ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പോളിഗൺ USDTയും അതേപോലെ പോളിഗൺ മാറ്റിക്കുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റിന് ആവശ്യമായ അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് എത്ര സ്മാർട്ട് കോൺട്രാക്റ്റുകളാണോ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് ആക്ടിവിറ്റിയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഡോളേഴ്സ് നിങ്ങളുടെ വാലറ്റിലേക്ക് റിസീവ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് റിസീവിംഗ് അഡ്രസ്സ് എടുക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി മനസ്സിലാക്കേണ്ടത്. ഇവിടെ ടോക്കൺ പോക്കറ്റ് ആയാലും മറ്റുള്ള വാലറ്റുകളായാലും അവിടെ റിസീവ് അതേപോലെ സെൻഡ് സ്വാപ്പ് എന്നുള്ള കുറച്ച് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങളുടെ വാലറ്റിലേക്ക് ബാലൻസ് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസീവ് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ വാലറ്റിലുള്ള ബാലൻസ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻഡ് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ആ ഓപ്ഷൻസ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ റിസീവ് ചെയ്യേണ്ടത് കൊണ്ട് റിസീവ് ബട്ടണിൽ പ്രസ് ചെയ്യുകയും ആ പ്രസ് ചെയ്ത സമയത്ത് തന്നെ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കാണാൻ സാധിക്കുകയും കൂടാതെ അവിടെ QR കോഡ് കാണാൻ സാധിക്കുന്നുണ്ടാവാം. QR കോഡ് നിങ്ങൾക്ക് പ്രസന്റ് നിയർ ബൈ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്കാനറിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്തുകൊണ്ട് ഓൺ ദി സ്പോട്ട് നിങ്ങളുടെ വാലറ്റിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡോളേഴ്സ് റിസീവ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിലോ മറ്റുള്ള ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിലേക്കോ നിങ്ങളെ വാലറ്റ് അഡ്രസ്സുകൾ ഷെയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആക്സസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വാലറ്റിലേക്ക് ഡോളേഴ്സിനെ റിസീവ് ചെയ്യാം. ഇവിടെ നിങ്ങൾ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുകയും ശേഷം കൺഫേം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആർക്കാണോ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് അവർക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാലറ്റിലേക്ക് എന്ത് ചെയ്യാം, ബാലൻസിനെ ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കോയിൻഫോർജ് സ്റ്റാർട്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ ആരാണോ ഈ പ്രൊജക്റ്റുമായി അപ്രോച്ച് ചെയ്തത് അവരുടെ റെഫർ ലിങ്ക് വാങ്ങിക്കുകയും രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ലെവലുകൾ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാവുകയാണ് ചെയ്യേണ്ടത്. കോയിൻഫോർജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഡീസെൻട്രലൈസ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ഏർണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ ഭാഗമായാൽ തന്നെ ഗ്ലോബൽ ഷെയർ ഇൻകം ലഭിക്കുകയും കൂടാതെ ഈ പ്രൊജക്റ്റിൻ്റെ ട്രാൻസാക്ഷനിൽ യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോ USD ആയതുകൊണ്ട് തന്നെ വരുമാനം USD ആയി ഓൺ ദി സ്പോട്ട് നിങ്ങളുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. കോയിൻഫോർജ് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഡിസൈൻ ചെയ്തത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ടൈം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ തന്നെ കോയിൻഫോർജിൻ്റെ ഒരു പ്രീ ലോഞ്ചിങ് ടൈം ഔട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോയിൻഫോർജ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഒന്ന് സെർച്ച് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇനി കിട്ടിയിരിക്കുന്ന റെഫറൽ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. അതിന് നിങ്ങൾക്ക് ടോക്കൺ പോക്കറ്റ് അതേപോലെ മെറ്റാമാസ്ക് ഏതൊരു വാലറ്റ് ആയാലും അവിടെ ഡിസ്കവർ എന്നുള്ള ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാവുന്നുണ്ടാവാം. ആ ഡിസ്കവർ ഓപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റെഫറൽ ലിങ്ക് എന്ത് ചെയ്യാം, സെർച്ച് ബാറിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്ത ശേഷമാണ് മുന്നോട്ട് പോകേണ്ടത്. സോ ഫ്രണ്ട്സ്, ഫൈനലായി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ കോയിൻഫോർജ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ വാലറ്റുകൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെടുകയോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 12 വേർഡ്സുള്ള കീ ഫ്രേസുകൾ നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ അത് കോപ്പി എടുത്ത് വെച്ചിട്ടില്ല എങ്കിൽ നാളെ ഒരു കാരണവശാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന വാലറ്റുകളെ ഒരിക്കലും നിങ്ങൾക്ക് റിക്കവറി ചെയ്തെടുക്കുവാനോ
മറ്റോ സാധിക്കില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുകയും ഈ വീഡിയോ ഉപകാരപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്.